മാധുര്യമേറിയ ദൈവതിരുനാമത്തിന്റെ മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. നൈൻ എന്ന പട്ടണത്തിലെ വിധവയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ ആകസ്മികമായി മരിച്ചു. ഈ വിധവയുടെ എല്ലാ പ്രതീക്ഷയും ഈ മകനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആശയറ്റ, ഇനി തന്നെ ആരും സഹായിക്കാൻ ഇല്ല എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിതത്തിൽ ഇനി താൻ ഒറ്റയ്ക്കായി, ഇനി തന്നെ സ്നേഹിക്കുവാനോ തൻ്റെ പ്രയാസങ്ങൾ പങ്കിടുവാനോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും എന്നുള്ള ആ ദുരവസ്ഥ ഓർത്ത് താൻ അതീവ ദുഃഖിതയായി കഠിനമായ വേദനയിലൂടെ താൻ കടന്നുപോയി. ഈ ലോകത്തിൽ തന്നെ സഹായിക്കുവാൻ, തൻ്റെ മകനെ തിരിച്ചു കൊടുക്കുവാൻ ആരും ഇല്ല എന്നുള്ള നിലവാരം എത്തിയപ്പോൾ, ആ ഘട്ടം എത്തിയപ്പോൾ കിലോമീറ്ററുകൾ താണ്ടി യേശു കർത്താവ് അവളുടെ സന്നിധിയിലേക്ക് വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ആ ഒറ്റ വ്യക്തിക്ക് വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി നല്ലവനും വല്ലഭനും മാധുര്യമേറിയ നമ്മുടെ യേശു കർത്താവ് വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പലരും സഹായിക്കാമെന്ന് പറയുമ്പോൾ പല ഡിമാൻഡ്സ് വെച്ചുകൊണ്ടാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. അവരവരുടെ കാര്യം സേഫാക്കി വച്ചുകൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല കേട്ടോ. അവൻ അൺകണ്ടീഷണലായി നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജോലിയിടത്ത് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ ഒരു വ്യക്തിയായ നിങ്ങളെ തേടി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് മനസ്സലിയുന്ന, കൂടപ്പറപ്പെ നിന്റെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കുന്ന, നിനക്ക് നല്ലൊരു ഫ്രണ്ടായി നിന്റെ കൂടെ സദാ ഇരിക്കുന്ന, നിന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു നല്ല യേശു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. നിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്റെ ആവശ്യബോധവുമൊക്കെ യേശു കർത്താവിനോട് പറ. നീ എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടി നിന്റെ അരികിലേക്ക് വന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം കൽപ്പിക്കുന്ന, നിന്റെ കൂടെ നടക്കുന്ന ഒരു നല്ല യേശു കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ആ യേശു കർത്താവിൽ നിന്റെ വിഷയങ്ങളും നിന്റെ പരിഭവങ്ങളും നിന്റെ ഏകാന്തതയും നിന്റെ ഒറ്റപ്പെടലും എല്ലാം പങ്കുവെക്ക്. നിനക്ക് സമാധാനവും സന്തോഷവും അസ്തമിച്ചു പോയ നിന്റെ പ്രതീക്ഷകൾ കരിപ്പിടിപ്പിക്കാൻ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും നല്ലതാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നേറ്. മേ ഗോഡ് ബ്ലസ്.